നമസ്കാരം. ന്യൂസ് ക്യാപ്സൂൾ തുടങ്ങുന്നു. നോക്കാം ഇന്നത്തെ ലോക വാർത്തകൾ വളരെ വേഗം. ഗസ സമാധാന കരാറിലെ രണ്ടാം ഘട്ട ചർച്ചകൾക്കായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രായേലിൽ. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിക്കോഫ്, ജാരദ് കുഷ്ണർ എന്നിവർ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. ഈജിപ്ത് പ്രതിനിധി സംഘവും ഇസ്രായേലിൽ തുടരുന്നു. റഫ അതിർത്തി പൂർണ്ണമായും തുറക്കാൻ സമ്മതിക്കാതെ ഇസ്രായേൽ 11 ദിവസത്തിനിടെ ഗസയിലേക്ക് അയച്ചത് 900 ട്രക്കുകൾ മാത്രം. 600 ട്രക്കുകൾ ദിവസേന അയക്കുമെന്നാണ് കരാറിലെ ധാരണ. ഗസയെ പട്ടിണിക്കിടുന്ന നടപടി പിൻവലിക്കണമെന്ന് UN. യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. ഗസയിൽ 2 വർഷമായി ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയെന്ന് ഖത്തർ അമീർ. ഫലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയാത്തത് ദൌർഭാഗ്യകരം. അമീറിന്റെ പ്രതികരണം ഖത്തറിലെ ഷൂറ കൌൺസിലിന്റെ ഉദ്ഘാടന ചടങ്ങ്. പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് അമൂല്യ ആഭരണങ്ങൾ കവർന്ന കേസിൽ മോഷ്ടാക്കളെ പിടികൂടാതെ പോലീസ്. സംഭവം നടന്ന 3-ാം ദിവസവും മോഷ്ടാക്കളെക്കുറിച്ച് വിവരമില്ല. പോലീസിന് പുറമെ അഡ്മിനിസ്ട്രേറ്റീവ് അന്വേഷണവും ആരംഭിച്ചു. തായ്വാനിൽ വെള്ളം കുടിക്കുന്നതിന് പകരം മധുരപാനീയങ്ങൾ മാത്രം കഴിച്ച് ശീലിച്ച യുവതിയുടെ വൃക്കയിൽ നിന്ന് 300-ലധികം കല്ലുകൾ നീക്കം ചെയ്ത് ഡോക്ടർ. ബബിൾ ടീ, പഴച്ചാറുകൾ, മറ്റ് മധുരപാനീയങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് താൻ വർഷങ്ങളോളം ദാഹം മാറ്റിയതെന്ന് യുവതി. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. H-1B വിസ ഫീസിൽ വ്യക്തത വരുത്തി US. പണമടയ്ക്കേണ്ട രീതി, ഇളവ് ലഭിക്കുന്നതിനുള്ള അപേക്ഷാ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പുറത്തുവിട്ടു. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് മാറ്റങ്ങൾ ബാധകമാവുക. ഇന്ത്യക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ പരാതിയുമായി ചൈന. ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചെന്ന ആരോപണം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രം ആവിഷ്കരിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെതിരെയാണ് പരാതി. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാന്റെ ഗൾഫ് പര്യടനം തുടരുന്നു. കുവൈത്തിലെത്തിയ ഉർദുഗാൻ അമീറുമായി കൂടിക്കാഴ്ച നടത്തി. ഫലസ്തീൻ വിഷയവും മേഖലയിലെ സമാധാനവും ചർച്ചയായി. ദ്വിദിന സന്ദർശനത്തിനായി ഉർദുഗാൻ ഇന്ന് ഒമാനിലെത്തും. അക്കൌണ്ടിംഗ് മേഖലയിലെ സൗദിവൽക്കരണത്തിന് തുടക്കമായി. 5-ലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് 40% സ്വദേശികൾ വേണം. 5 ഘട്ടമായി 2028-നകം 70% അക്കൌണ്ടിംഗ് ജോലികളും സൗദികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. UAE-ൽ മാധ്യമങ്ങളെ നിരീക്ഷിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം. മോശമുള്ളടങ്ങൾ നിരീക്ഷിക്കാനും അവ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും ആമൻ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കി. അനുചിതമായ പരസ്യങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. കുവൈത്തിലെ ഏകീകൃത നിർബന്ധിത വാഹന ഇൻഷുറൻസ് സംവിധാനം റദ്ദാക്കി. ട്രാഫിക് അപകടങ്ങളിലെ സിവിൽ ബാധ്യതാ ഇൻഷുറൻസ് പോളിസികൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അജ്മാനിലെ ടാക്സികളിൽ സ്മാർട്ട് വേഗപ്പൂട്ട് യാഥാർത്ഥ്യമാക്കി. ടാക്സികൾക്കും ലിമോസിൻ വാഹനങ്ങൾക്കും ബാധകം.